കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവശില്പവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര ശില്പവും സ്ഥിതി ചെയ്യുന്ന ആഴിമല ശിവക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ആഴിമല ശിവക്ഷേത്രത്തിൽ പണ്ട് മുതൽക്കേ ധാരാളം ഭക്തജനങ്ങൾ എത്തുമായിരുന്നുവെങ്കിലും ശിവഭഗവാന്റെ ഈ അത്ഭുത പ്രതിമ സ്ഥാപിച്ചതോടുകൂടിയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ദിവസവും ധാരാളം ഭക്തജനങ്ങളും ടൂറിസ്റ്റുകളുമാണ് ക്ഷേത്ര ദർശനം നടത്തുന്നതിനും പ്രതിമ കാണുന്നതിനും വേണ്ടി ഇവിടെ എത്തുന്നത്. വിദേശ ടൂറിസ്റ്റുകളെയും നമുക്കിവിടെ കാണാം. ശിവഭഗവാന്റെ പ്രതിമയുടെ അടിഭാഗത്തായി നിർമ്മിച്ചിരിക്കുന്ന മെഡിറ്റേഷൻ ഹാളും അത്ഭുതകരമായ കാഴ്ചയാണ്. തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തിനടുത്തുള്ള പുളിങ്കുടി എന്ന സ്ഥലത്താണ് ആഴിമല ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. വിഴിഞ്ഞം പൂവാർ റോഡിൽ ആഴിമല ബസ് സ്റ്റോപ്പിൽ നിന്നും 800 മീറ്ററോളം സഞ്ചരിക്കുമ്പോൾ ക്ഷേത്രത്തിന് മുന്നിലെത്തും. ക്ഷേത്രത്തിലെത്തുന്നതിന് കുറച്ചു മുമ്പ് തന്നെ ക്ഷേത്രവും ക്ഷേത്രത്തിന് സമീപം ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ഭഗവാന്റെ പ്രതിമയും പിന്നെ ക്ഷേത്രത്തിന് മുന്നിലെ വലിയ ആൽമരവും കാണുവാൻ കഴിയും. ക്ഷേത്രത്തിന് പിൻഭാഗത്തായി കാറുകൾക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ വാസ്തുശൈലിയിലാണ് ആഴിമല ശിവക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനാണെന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ശ്രീപാർവതിയും ശ്രീ ഗണപതിയുമാണ് ഉപദേവതകൾ. ക്ഷേത്ര ഗോപുരത്തിലും ക്ഷേത്ര കവാടത്തിലും വിവിധ ഹൈന്ദവ ദൈവങ്ങളുടെ മനോഹരങ്ങളായ ശില്പങ്ങൾ കാണുവാൻ കഴിയും. രാവിലെ 5:30 മുതൽ 10 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയം. ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ശിവഭഗവാന്റെ ശില്പത്തിനരികിലേക്ക് പോകുവാൻ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. ക്ഷേത്രം അടച്ചിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ 20 രൂപയുടെ പാസ് എടുക്കേണ്ടി വരും. ആഴിമല സ്വദേശിയായ PS ദേവദത്തൻ എന്ന ശില്പിയാണ് ശിവഭഗവാന്റെ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. 4 കൈകളോടുകൂടിയ ശിവഭഗവാന്റെ ജടയിൽ നിന്നും ഗംഗാദേവിയെ മോചിപ്പിക്കുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ശില്പത്തിന് 58 അടി ഉയരമുണ്ട്. 2014 തുടങ്ങി 2020 6 വർഷം കൊണ്ടാണ് ശില്പത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. 2020 ഡിസംബർ 31 ഭക്തജനങ്ങൾക്കായുള്ള ദർശന സൗകര്യം ഒരുക്കുകയും ചെയ്തു. കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പാറക്കെട്ടിന് മുകളിലായി ശിവപ്രതിമയുടെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ധ്യാനമണ്ഡപവും അത്ഭുത കാഴ്ചയാണ്. 3000 ചതുരശ്ര അടി വിസ്തൃതിയിൽ ഗുഹാക്ഷേത്രം പോലെ തോന്നിക്കുന്ന 3 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ മെഡിറ്റേഷൻ ഹാളിന്റെ ശില്പിയും PS ദേവദത്തനാണ്. ശില്പത്തിന് സമീപത്തുള്ള ഇടുങ്ങിയ കവാടത്തിൽ കൂടിയാണ് ധ്യാനമണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്നത്. ക്ഷേത്രത്തിന് വെളിയിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നുമാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. നിലവിൽ 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഉയരം കുറഞ്ഞ ഈ വാതിൽ കടന്നാണ് ടിക്കറ്റ് എടുക്കുവാൻ പോകേണ്ടത്. 100 രൂപയുടെ ടിക്കറ്റും എടുത്ത് ഈ കവാടത്തിൽ കൂടി 27 പടികളിറങ്ങിയ ഗുഹാക്ഷേത്രത്തിലെത്തുമ്പോൾ ഭക്തിയുടെയും ശാന്തതയുടെയും വിസ്മയ ലോകത്താണ് നമ്മൾ എത്തുന്നത്. ശിവഭഗവാന്റെ അർദ്ധനാരീശ്വര രൂപവും അപൂർവമായ ശയനരൂപത്തിലുള്ള ശില്പവും 9 നൃത്തരൂപങ്ങളും ചുവരിൽ മനോഹരമായി കൊത്തിവച്ചിട്ടുണ്ട്. ഗുഹാക്ഷേത്രത്തിൽ പല സ്ഥലങ്ങളിലും പാറകൾ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ധ്യാനമണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. മണ്ഡപത്തിൽ ആകമാനം ദേവന്മാരുടെയും ദേവതകളുടെയും ചിത്രപ്പണികളും കൊത്തുപണികളും കാണാം. കൂടാതെ ചിത്രപ്പണികളോട് കൂടിയ തൂണുകളുമുണ്ട്. മുകൾ തട്ടിലും ചിത്രപ്പണികൾ കാണാം. ആഴിമല ശിവക്ഷേത്രത്തിന് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമുള്ളതുകൊണ്ടായിരിക്കണം ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. മെഡിറ്റേഷൻ ഹാളിൽ ക്യാമറയും മൊബൈൽ ഫോണും അനുവദിക്കില്ല. ധ്യാനമണ്ഡപത്തിലെ ദിവ്യമായ അനുഭവങ്ങൾക്ക് ശേഷം ഇതുവഴിയാണ് പുറത്തേക്ക് വരുന്നത്. മനോഹരമായ കടൽ തീരമാണ് ആഴിമലയിലെ മറ്റൊരാകർഷണം. കുതിരസവാരിയും പിന്നെ ഇതുപോലുള്ള ചെറിയ ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെയുണ്ട്. ആഴിമല നിന്നും വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അവിടെയും ഒന്ന് പോയി വരാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ മത്സ്യബന്ധനവും വിപണനവും നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമാണ്.
കേരള മാരിടൈം ബോർഡിന്റെ കീഴിലാണ് തുറമുഖം പ്രവർത്തിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇന്നിവിടെ തിരക്കൊന്നുമില്ലാത്തത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വിദൂര ദൃശ്യവും ഇവിടെ നിന്നാൽ കാണുവാൻ കഴിയും. മത്സ്യബന്ധന ബോട്ടുകൾ കാണുവാനും മത്സ്യവിപണി കാണുവാനും ടൂറിസ്റ്റുകളും ഇവിടെ എത്താറുണ്ട്.